ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഗൈസ്, ഇന്ന് 13-ാം തീയതി നവംബർ ആയിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എടുത്ത ട്രേഡ്സും അതുവഴി നമ്മൾ മേക്ക് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസും ഇന്ന് ഞാൻ എടുത്ത പൊസിഷൻസും അതിൻ്റെ പുറകിലുള്ള ലോജിക്കും എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജേർണിയിൽ 1% ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വീഡിയോയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രൊഫഷണൽ ട്രേഡറാണ്. എല്ലാ ദിവസവും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 8:45 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് ഡെസ്കിൽ വരികയും 3:30ക്കാണ് ഞാൻ എൻ്റെ ജേർണി അവസാനിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ഡേയും ട്രേഡ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. ലഞ്ച് പോലും 3:30ക്ക് ശേഷമാണ്. കംപ്ലീറ്റ്ലി മാർക്കറ്റ് അവേഴ്സിൽ മാർക്കറ്റിൻ്റെ കൂടെ ഇരുന്ന് എക്സാക്ട്ലി 9:15 ട്രേഡ് എടുക്കുകയും 3:30 വരെ അത് ഹോൾഡ് ചെയ്ത് പോകുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ക്യാൻ കം ഔട്ട് ആൻഡ് ജോയിൻ മൈ ടെലിഗ്രാം ചാനൽ. എൻ്റെ ടെലിഗ്രാം ചാനൽ പെയ്ഡൊന്നുമല്ല, വളരെ ഫ്രീ ആണ്. ആർക്ക് വേണേലും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ലിങ്ക് നമ്മുടെ ബയോയിലുണ്ടാവും. സോ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫ്രീ ആണ്. ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയും അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന പൊസിഷൻസും വളരെ സേഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എൻ്റെ വ്യൂസും കാര്യങ്ങളുമാണ് ഞാൻ ആ ടെലിഗ്രാം ചാനൽ ത്രൂ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. സോ നമുക്കിപ്പോൾ സ്ക്രീനിലേക്ക് പോകാം. സ്ക്രീനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്ന് നമ്മൾ ഇത് നിഫ്റ്റിയുടെ 5-minute ചാർട്ടായിരുന്നു നിങ്ങൾ കാണുന്നത്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏകദേശം 1.36% റെഡിലാണ് ഇന്ന് ഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫോൾ ആണ് ഇന്ന് മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി സംഭവിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേയിൽ വീക്ക്ലി ഏറ്റവും അവസാനത്തെ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വോളറ്റൈൽ ആകുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ്സും കാര്യങ്ങളും എടുത്തില്ല. പകരം നിഫ്റ്റിയിലാണ് ട്രേഡ്സും കാര്യങ്ങളും. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം 23,800 ലെവൽസിലാണ്. ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഈ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ ട്രേഡുകൾ നിങ്ങളോട് ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ട്രേഡ്സ് എപ്പോഴും കയ്യിലുണ്ടാവും. ഞാൻ ട്രേഡുകൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 24,100 ലെവൽസിലും 23,600 ലെവൽസിലാണ്. ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ഇന്നത്തെ ഡേ ട്രേഡിംഗ് ആരംഭിച്ചത്. ഏകദേശം 500 പോയിന്റിന്റെ റേഞ്ചാണ് ഞാൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിന് ഗ്യാപ്പ് ആയിട്ട് കൊടുത്തിരുന്നത്. താഴത്തോട്ടും മേളിലോട്ടും നിങ്ങൾക്ക് കാണാം. ഈ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. യൂഷ്വലി ഇത്രയും ഗ്യാപ്സ് കൊടുക്കാറില്ല. ഏകദേശം 400 പോയിന്റ്സ് ഇല്ലെങ്കിൽ 300 പോയിന്റ്സിന്റെ റേഞ്ച് വിക്സിന്റെ ഒക്കെ ബേസിലാണ് ഈ ഒരു പോയിന്റ് കൊടുത്ത് ഞാൻ ട്രേഡുകളിൽ എൻട്രി ചെയ്യാറ്. എല്ലാ ദിവസവും ഇപ്പോൾ അത് ഇൻട്രാഡേ ബേസിസിൽ 0 DT എന്ന് വെച്ചാൽ എക്സ്പയറി ഡേ ട്രേഡിംഗ് ആയാലും ശരി, നമ്മളുടെ നോർമൽ ട്രേഡിംഗ് ആയാലും ശരി, ഞാൻ ഈ ഒരു രീതിയിലാണ് ട്രേഡ്സിൽ എൻട്രി ചെയ്യാറ്. ഞാൻ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ഞാൻ മാർക്കറ്റിൽ തീരുമാനിക്കുകയും ആ ഗ്യാപ്പിലുള്ള സ്ട്രൈക്കുകളിലോട്ട് ഞാൻ എൻട്രി ചെയ്യുകയും ചെയ്യും. അതിനുശേഷം വരുന്ന മൂവ്മെന്റും കാര്യങ്ങളും ഇതേപോലെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഞാൻ മേളിലൊരു ട്രേഡ് എടുത്തതിന് ശേഷം കംപ്ലീറ്റ്ലി മാർക്കറ്റ് മേളിലോട്ട് തന്നെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നു വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ മേളിലുള്ള കോൾ ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുകയും താഴ്ന്നുള്ള പുട്ട് ഓപ്ഷൻസ് മേളിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ട്രേഡുകളും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാറ്. ഇന്ന് പല മെത്തേഡ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഇനി വരുന്ന വീഡിയോകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ 500 പോയിന്റ്സിന്റെ ഗ്യാപ്പ് എടുത്താണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ മാർക്കറ്റ് താഴത്തോട്ട് വരാം എന്നത് കാണാം. 23,800 എന്ന് പറയുന്ന ലെവല് 23,800 എന്ന് പറയുന്ന ലെവല് ക്രോസ് ചെയ്തപ്പോൾ ഈ ഒരു ലെവല് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഹോൾ സൈഡിൽ 2 ടൈംസ് കൂട്ടി. ഞാൻ ആദ്യമേ എടുത്ത പൊസിഷൻ ഇൻറ്റു 2 ആണ് പൊസിഷൻ ട്രേഡ് കൂട്ടിയത്. അപ്പോഴേക്കും ഞാൻ 23,600 എന്ന് പറയുന്ന ഈ ലെവലിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. മനസ്സിലാവാനായിട്ട് ഈ ലെവലിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു പൊസിഷൻ ഈ ഒരു റേഞ്ചിനെ ഞാൻ ഇൻറ്റു ഞാൻ ആദ്യം എടുത്ത സ്ട്രൈക്ക് എത്രയാണോ അതിന്റെ ഇൻറ്റു 2 ആയിട്ട് ഞാൻ ആ ഒരു പൊസിഷൻ മാറ്റി വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഇൻറ്റു 2 വെച്ചിട്ട് നമുക്കത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി വീക്കാണ് മനസ്സിലായി.
ഞാൻ നേരെ 24,100 നിന്ന് 23,900 എൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു. ഈ ഒരു പൊസിഷനിലേക്കാണ് ഞാൻ കംപ്ലീറ്റ്ലി ട്രേഡുകൾ മാറ്റിയത്. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിരുന്നു. അപ്പോൾ തിരിച്ചുള്ള റിക്കവറി പാടാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്ത് കയറി പോകാനായിട്ട് നല്ല പാടാണെന്ന് കണ്ടതുകൊണ്ട് ആണ് ഈ ഒരു ലെവലിൽ ചെയ്യും. ഈ ലെവലിനെ ഞാൻ അപ്പോഴും ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു. സപ്പോസ് മാർക്കറ്റ് തിരിച്ചു കയറി പോയിരുന്നെങ്കിൽ ഈ സ്പൈക്കായ ഈ പ്രീമിയംസിൽ നിന്ന് എനിക്ക് ലോസിൽ നിൽക്കുമായിരുന്നു. ഇത് ആ സമയത്ത് ലോസിൽ നിൽക്കുന്നു. ഈ ഒരു പൊസിഷൻ ലോസിലാണ്. ഈ ലോസ് പൊസിഷനെ നമുക്ക് മാറ്റുകയും ഇത് ലോസിലോട്ട് പോയാലും ശരി ഇത് തിരിച്ച് പ്രോഫിറ്റിലോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു പൊസിഷനെ വീണ്ടും ഡിഫെൻഡ് ചെയ്ത് പിടിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ചെറിയൊരു റിക്കവറി തന്നതിന് ശേഷം വീണ്ടും താഴത്തേക്ക് പോകുന്നതാണ് കണ്ടത്. ഈ ഒരു ലെവലായപ്പോൾ ഇന്ന് എക്സ്പയറി ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലായപ്പോൾ 23,600 എന്ന് പറയുന്ന ലെവലിനെ നമുക്ക് ഇന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഇവിടെ നിന്ന് താഴത്തോ ഈ ഒരു ലെവൽ ഏകദേശം 1 മണിയായ സമയത്ത് 23,600 എന്ന് പറയുന്ന ലെവലിന്റെ അടുത്തേക്ക് മാർക്കറ്റ് വരികയും തിരിച്ച് താഴത്തോട്ടൊരു ഹീപ്പ് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് ഈ പൊസിഷൻ ഹെവി ലോസിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ വീണ്ടും താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. കോൾ ഓപ്ഷൻ ഞാൻ വീണ്ടും താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 23,800 കൊണ്ടുവരികയും അതിനുശേഷം നമ്മൾ 23,600 എന്ന് പറയുന്ന പൊസിഷൻ നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. 23,500 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ നമ്മളുടെ ട്രേഡ്സിനെ കംപ്ലീറ്റ്ലി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ആ ഒരു റേഞ്ച്. ഞാൻ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന റേഞ്ച് നമ്മൾ 500 പോയിന്റ്സ് റേഞ്ചിൽ തുടങ്ങി. ഇപ്പോൾ നമ്മൾ 300 പോയിന്റ്സ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഒരു അപ്സൈഡ് വന്നു, പിന്നെ വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് കണ്ടത്. സോ ഇവിടെ ഇൻറ്റു 2 പൊസിഷൻ ഞാൻ വീണ്ടും കീപ്പ് ചെയ്ത് ഈ ഒരു പൊസിഷനെ ഈ 23,500 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനെ ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഈ സമയത്ത് പൊസിഷൻ ലോസിലായിരുന്നു നിന്നത്. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്ത് തന്നപ്പോഴാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഈവനിലാണ് ട്രേഡിങ് അവസാനിപ്പിക്കാൻ സാധിച്ചത്. 23,600 നമ്മൾ ഈ പറയുന്ന ലെവൽസ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 13 രൂപയിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രീമിയം 87 രൂപയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ ഒരു താഴത്തോട്ടുള്ള ഫോളിൽ ഇവിടെ ഈ ഒരു ഫോളിൽ നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു ഫോളിൽ ഇവിടെ പ്രീമിയം കുതിച്ചു വരുന്നു. റൈറ്റ്, ഒരുപാട് ഹൈറ്റ്സിലേക്ക് ഈ പ്രീമിയം കയറി പോകുന്നത് ഞങ്ങൾ കാണാം. ഇതിനെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചത്. ഈ ഒരു മൂവ്മെന്റിനെ പോലും നമ്മൾക്ക് ഡിഫെൻഡ് ചെയ്ത് പിടിക്കാനായിട്ട് ഇന്ന് സാധിച്ചു. സോ അവിടെയാണ് നമ്മൾ ട്രേഡിംഗിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾക്ക് കയറി വരേണ്ടതും നമ്മളുടെ പൊസിഷൻ സൈസിങ് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതും. അവിടെ നിന്ന് തിരിച്ച് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് കയറിയപ്പോൾ തന്നെ ഇവിടെ പ്രീമിയം 86 നിന്ന് 40 വീഴുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കോൾ ഓപ്ഷനിലേക്ക് വരാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് കംപ്ലീറ്റ്ലി മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്ന ഒരു ഡേ ആയിരുന്നു. കംപ്ലീറ്റ്ലി മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്ന ഡേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോൾ ഓപ്ഷനിൽ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. എത്ര വേണേലും പൊസിഷൻ ആഡ് ചെയ്യാനും ആ പൊസിഷനെ കീപ്പ് ചെയ്ത് പിടിക്കാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ അതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിരുന്നത്. ഇൻറ്റു 2 ഇരട്ടി പൊസിഷൻ കോൾ ഓപ്ഷനിൽ ഹോൾഡ് ചെയ്യുകയും ഇൻറ്റു 1 ഇപ്പോൾ ഇൻറ്റു 1 എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ ഹോൾഡ് ചെയ്യും. ഇൻറ്റു 2 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻസിനെ കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരാൻ നേരം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 5 yearsലെ വെരിഫൈഡ് P&L അക്കൗണ്ട് ആയിരുന്നു. അതിനകത്ത് ഷെയർഡ് P&L കാണിച്ചു കഴിഞ്ഞാൽ 7 രൂപ 50 പൈസയായിരുന്നു ലോസിലാണ് നമ്മൾ എൻഡ് ചെയ്തത്. വലിയ പൊസിഷൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ലോഡ് സൈസും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇത് ഹെഡ്ജ് പൊസിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ എടുക്കുന്നത്. അത് വലിയ കുട്ടി എമൗണ്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് വലിയ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഞാൻ ഈ ഒരു ചാർട്ടിൽ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് കാര്യം. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ ട്രേഡ്സും കാര്യങ്ങളും എൻഡ് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ട്രേഡ്സിനെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന പൊസിഷൻസിനെയൊക്കെ പറ്റിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഒരു അപ്ഡേറ്റ് നൽകാറുണ്ട്. വളരെ സേഫ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും ഞാൻ അവിടെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നൽകുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ തന്നെ അത് മെൻഷൻ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
നമ്മളുടെ യൂട്യൂബ് ബയോയിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച് ഗൈസ്. സീ യു ടുമോറോ വിത്ത് യെറ്റ് അനദർ വീഡിയോ.